ഇനി ഞാൻ വന്നിരിക്കുന്നത് മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ മുറുക്ക് നമുക്ക് 10-15 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. മുറുക്ക് തയ്യാറാക്കാനായിട്ട് ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് കടലമാവാണ്. ഇത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഏത് കപ്പിനാണോ നിങ്ങൾ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതി കടലമാവ് എടുക്കുക. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണ് ബട്ടറാണ്. ഇപ്പോൾ ബട്ടർ കയ്യിലില്ലെങ്കിൽ നെയ്യോ അതല്ലെങ്കിൽ എണ്ണയോ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് എടുക്കാം. ഈ പൊടിയിൽ ബട്ടർ നല്ലോണം യോജിപ്പിച്ചിട്ട് എടുക്കണേ. ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അതല്ലെങ്കിൽ നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ പിന്നെ ഉപ്പ് ചേർത്താൽ എല്ലാ ഭാഗത്തും ആവത്തില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർക്കുക. പൊടി നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എള്ള് ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരം ജീരകമോ അയമോദകമോ ചേർക്കാവുന്നതാണ്. അതല്ലെങ്കിൽ എള്ളിൻ്റെ കൂടെ തന്നെ ജീരകമോ അയമോദകവും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുകയാണ്. ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സേവനാഴി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ സ്റ്റാറിൻ്റെ അച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മാവ് എടുത്ത് നിറയ്ക്കാം. ഇനി എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലേക്ക് കുറേശ്ശെ മാവ് നമുക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മുറുക്കിന് എത്ര നീളം വേണോ അതിനനുസരിച്ച് കൈകൊണ്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കുക. ഒരുപാട് ആദ്യം തന്നെ ഇട്ട് വറക്കേണ്ട. പിന്നെ ഉടനെ തന്നെ നിങ്ങൾ തിരിച്ചു വിടരുത്. ഇതിൻ്റെ മുകളിലെ പതയൊന്ന് കുറഞ്ഞതിന് ശേഷം തിരിച്ചിട്ടിട്ട് പിന്നെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ സിമ്പിളായിട്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാവുന്ന ബട്ടർ മുറുക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.